വെൽക്കം ടു OLIVIA. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ നിങ്ങളുടെ മുഖം എങ്ങനെ നിങ്ങൾക്ക് നന്നായിട്ട് ഗ്ലോ ഉള്ളതാക്കാം, ബ്രൈറ്റൻ ചെയ്യാം, അതേപോലെ സ്പോട്ട്ലെസ് ആയിട്ടുള്ള സ്കിന്ന് നിങ്ങൾക്ക് എങ്ങനെ കിട്ടും എന്നൊക്കെ കാണിച്ചു തരാൻ പോകുന്ന ഒരു ഫേഷ്യലാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പോകുന്നത്. വെറും നാച്ചുറലായിട്ടുള്ള വെറും 3 ഇൻഗ്രീഡിയൻസും കൊണ്ടുള്ള ഒരു ഫേഷ്യലാണ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുകയും കൂടെ വേണം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പം നമ്മുടെ ഈ ഫേഷ്യലിന് വേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്ന 3 ഇൻഗ്രീഡിയൻസ് ആണ്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൈസ് ഫ്ലോർ ആണ് ഒന്ന് ഞാൻ എടുത്തേക്കുന്നത്. ഇവിടെ നന്നായിട്ട് നമുക്ക് പൊടിച്ച് കിട്ടുന്ന റൈസ് ഫ്ലോറില്ല, അതാണ് എടുത്തേക്കുന്നത്. നന്നായിട്ട് പൊടിഞ്ഞതാണ്, അതാണ് ഒന്ന് എടുത്തേക്കുന്നത്. വേറെ ഒന്ന് എടുത്തേക്കുന്നത് നമ്മുടെ തക്കാളിയാണ് രണ്ടാമതായിട്ട് എടുത്തേക്കുന്നത്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് മിൽക്ക്, ഇത് കാച്ചാത്തതാണ്. ഈ 3 കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ഈ ഫേഷ്യലിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളൂ. ഇപ്പം ഞാൻ നന്നായിട്ട് എൻ്റെ ഫേസ് നന്നായിട്ട് കഴുകിയിട്ട് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ക്ലെൻസിങ് ചെയ്യുന്നതെന്ന്. അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ക്ലെൻസിങ് നമ്മളെങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്നാണ്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്ന മിൽക്കാണ്. ഞാനൊരു ചെറിയ കോട്ടൺ മിൽക്കിൽ ഡിപ്പ് ചെയ്തിട്ട് നന്നായിട്ട് എൻ്റെ ഫേസിൽ സർക്കുലർ മോഷനിൽ ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ക്ലെൻസിങ്ങിന് വേണ്ടി മിൽക്ക് എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിൽക്കിൽ ലാക്റ്റിക് ആസിഡ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിന്നെ നന്നായിട്ടൊന്ന് ബ്രൈറ്റൻ ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമ്മുടെ ഫേസ് നല്ല ഫ്രഷ് ലുക്കായിട്ട് നമുക്കൊന്ന് കിട്ടാനും, പിന്നെ അതേപോലെ നിങ്ങളുടെ ഫേസിൽ ഒത്തിരി സൺ ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്നും പെട്ടെന്ന് റിമൂവ് ചെയ്യാനും, പിന്നെ അതേപോലെ നിങ്ങളുടെ ഫേസിൽ കാണുന്ന ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഇല്ലേ, ബ്രൗൺ കളറിൽ ബ്ലാക്ക് കളറിലൊക്കെ ഉള്ളത്, അതൊക്കെ നിങ്ങൾ ഈ ഫേഷ്യൽ ഒന്ന് അടുപ്പിച്ചൊരു 3 വീക്സിൽ ഒരു 2 തവണയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പ്രത്യേകിച്ച് നിങ്ങളുടെ സ്കിൻ ഒത്തിരി ഡ്രൈ ആയിട്ടുള്ള ഫേസ് ആണെങ്കിൽ പിന്നെ അതൊന്നൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങളുടെ കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മിൽക്ക് ക്ലെൻസിങ് ആയിട്ട് യൂസ് ചെയ്യാം. പക്ഷേ നിങ്ങളുടെ ഫേസ് ഒരുപാട് ഓയിലി ഫേസ് ആണെങ്കിൽ ഈ മിൽക്ക് എടുക്കുന്ന സ്ഥാനത്ത് നിങ്ങൾക്ക് റോസ് വാട്ടറും എല്ലാം എടുക്കാം. പിന്നെ ഇതപ്പോൾ നന്നായിട്ട് ഫേസിലോട്ട് നിങ്ങൾ നന്നായിട്ട് ഇത് അബ്സോർബ് ചെയ്യുന്നിടം വരെ നന്നായിട്ട് സർക്കുലർ മോഷനിൽ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു കോട്ടനും കൂടി ഇപ്പോൾ ഇവിടെ എടുക്കുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ എക്സസൈസായിട്ട് കുറച്ച് മിൽക്ക് അധികം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വേറൊരു കോട്ടൺ വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ ഫേസിൽ നിന്ന് നന്നായിട്ട് എടുക്കണം ആ കോട്ടനില്ല. രണ്ടാമതായിട്ട് നമ്മൾ ഈ ഫേഷ്യലിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത് സ്ക്രബിങ് ആണ്. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് കുറച്ച് മിൽക്കും കുറച്ച് റൈസ് ഫ്ലോറും ആണ്. അപ്പോൾ ഞാനിവിടെ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ കൺസിസ്റ്റൻസി നന്നായിട്ടൊരു ഒത്തിരി ലൂസും അല്ല ഒത്തിരി തിക്കും അല്ല, നമ്മുടെ ഫേസിൽ നന്നായിട്ട് നമുക്കത് സ്ക്രബ് ചെയ്യുമ്പോൾ നന്നായിട്ടൊരു ക്രീമി ആയിട്ട് കിട്ടണം. എന്നാലേ അത്രത്തോളം ക്രീമി ആയിട്ട് കിട്ടുന്നു. കൺസിസ്റ്റൻസി നിങ്ങളിപ്പോൾ കാണുന്നില്ലേ എങ്ങനെയാണെന്ന്, അത്രയും ക്രീമി ആയിട്ട് കിട്ടിയാലേ നമുക്ക് ഫേസിലോട്ട് സ്ക്രബ് ചെയ്യുമ്പോൾ നന്നായിട്ട് നമ്മുടെ എക്സസ് ആയിട്ടുള്ള ബ്ലാക്ക് ഹെഡ്സും ഡേർട്ടും ഒക്കെ പുറത്ത് കളയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ കൺസിസ്റ്റൻസി ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പം ഞാൻ എൻ്റെ ഫേസിലോട്ട് അത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ റൈസ് ഫ്ലോറിൻ്റെ ഗുണങ്ങളൊക്കെ. ഇത് നമ്മുടെ ഫേസിനെ നന്നായിട്ടൊരു നാച്ചുറൽ ഗ്ലോ തരാനും അതേപോലെ ബ്രൈറ്റ് ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് മുഖത്ത് പിമ്പിൾസ് ഉണ്ടെങ്കിൽ അതുപോലെ ബ്ലെമിഷസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനും, പിന്നെ നിങ്ങളുടെ ഫേസിൻ്റെ മൂക്കിൻ്റെ സൈഡിൽ ഫേസിൻ്റെ ഈ താഴെയുടെ കീഴിലായിട്ടൊക്കെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഈ ഒരു സ്ക്രബിങ്ങിലൂടെ അതൊക്കെ പുറത്ത് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം നമുക്കറിയാമല്ലോ റൈസ് ഫ്ലോറിൽ ആ തടുപ്പൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് അത് പുറത്ത് വരാനായിട്ട് സഹായിക്കും. അതേപോലെ നിങ്ങളുടെ ഫേസിൽ സൺ ടാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് വീക്കിലൊക്കെ ട്വൈസ് നിങ്ങൾക്ക് ഈ ഫേഷ്യലിൻ്റെ ഈ സ്ക്രബിങ് സ്റ്റെപ്പ് അല്ലാതെ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല വ്യത്യാസം നിങ്ങൾക്ക് ഉണ്ടാവും. ഇപ്പം ഞാൻ എൻ്റെ ഫേസിലോട്ട് നന്നായിട്ടത് സർക്കുലർ മോഷനിൽ സ്ക്രബ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ എപ്പോഴും സ്ക്രബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സർക്കുലർ മോഷനിൽ മേപ്പോട്ട് വേണം ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളുടെ മൂക്കിൻ്റെ സൈഡിൽ അതേപോലെ താടിയുടെ അടിയിലൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഏകദേശം ഒരു 15 മിനിറ്റ്സോളം നിങ്ങളിങ്ങനെ ചെയ്ത് കൊടുക്കണം. I've been searching for this all my life. You're just my type. I've been looking for a boy who can treat me right. Your dark hair with those eyes so bright, they look into my soul and it sparks my life. Can I take you there? Like it was the first time. Do you remember? Can I take you there? Back to when we felt like this was forever. Can I take you there?
ഞാനിപ്പം ഏകദേശം 15 മിനിറ്റ്സ് സ്ക്രബ് ചെയ്തിട്ട് വന്നിട്ട് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ തേർഡ് സ്റ്റെപ്പ്, അതായത് ഫേസ് മാസ്കിന് വേണ്ടി നമ്മളെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. അതിനുവേണ്ടി ഞാനിവിടെ ടൊമാറ്റോ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇച്ചിരി റൈസ് ഫ്ലോറും മിൽക്കും കൂടെ ആഡ് ചെയ്തിട്ട് ആ മാസ്ക് ഒന്ന് നന്നായിട്ട് നമ്മുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ഞാനതൊന്ന് കൺസിസ്റ്റൻസി അതിൻ്റെ സെയിം ഒരു പരുവത്തിലാക്കുവാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാമല്ലേ അതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണ്. നന്നായിട്ട് ഒത്തിരി ലൂസും അല്ല ഒത്തിരി തിക്കും അല്ല, എന്നാലും നല്ലൊരു ക്രീമി ആയിട്ടുള്ള അപ്പിയറൻസ് ആയിരിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, അതേപോലെ ഞാൻ ആ ഫേസ് മാസ്ക് എൻ്റെ ഫേസിലോട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ടൊമാറ്റോ ജ്യൂസ് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ. ഇതിനകത്ത് ഇപ്പം വൈറ്റമിൻ സിയും അതുപോലെ വൈറ്റമിൻ ബിയും വൈറ്റമിൻ എ ഒക്കെ ഉണ്ട്. നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് വൈറ്റമിൻ സി ഒക്കെ സഹായിക്കും. അതേപോലെ വൈറ്റമിൻ സി നമ്മുടെ ഫേസിന് നല്ല ബ്രൈറ്റ് ആക്കാനും ഹെൽപ്പ് ചെയ്യും. അതേപോലെ നമ്മുടെ ടൊമാറ്റോ ആണെങ്കിൽ നമ്മുടെ ഫേസിന് നല്ലൊരു എന്താ പറയുക, സ്കിന്നൊക്കെ ഒരു യങ്ങർ ലുക്കിനും അതേപോലെ സ്കിന്നൊന്ന് ടൈറ്റ് ആക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഇപ്പം ഞാൻ എൻ്റെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. എനിക്കിപ്പോൾ തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല വ്യത്യാസമുണ്ട്. അപ്പം നമ്മളുടെ സ്കിന്ന് നന്നായിട്ട് സ്മൂത്ത് ആവുകയും ഒപ്പം നല്ലൊരു വൈറ്റനിങ് നല്ലൊരു ഗ്ലോ ആയിട്ടുള്ള ഒരു അപ്പിയറൻസും ഉണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ഡിഫറൻസ് ഉണ്ടാവും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നാളെ വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരേക്കും ബൈ.